മറ്റൊരു തട്ടിപ്പിലേക്ക് വന്നാൽ കൊച്ചിയിൽ പോലീസുകാരനെ ഭീഷണിപ്പെടുത്തി പോലീസുകാരൻ പണം തട്ടി. SI ആണ് CPOയെ ഭീഷണിപ്പെടുത്തി 4 ലക്ഷം രൂപ തട്ടിയെടുത്തത്. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബിജുവിനെതിരെ കേസെടുത്തു. സ്പായിലെത്തി മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് CPOയെ ഭീഷണിപ്പെടുത്തിയത്. സ്പാ നടത്തുന്ന യുവതിയടക്കം 3 പേർ കേസിലെ പ്രതികളാണ്. സജോ ദേവസി ചേരുന്നു. സജോ, ഇത് അങ്ങനെ ഒരു തട്ടിപ്പ് അല്ലേ? റോഷി, വല്ലാത്തൊരു ക്രമക്കേടാണ്, തട്ടിപ്പാണ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തലാണ് ഒക്കെ നടന്നിരിക്കുന്നത്. അതായത് ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ ട്രാപ്പിലാക്കുന്നു, തട്ടിപ്പിന് ഇരയാക്കുന്നു എന്ന വല്ലാത്തൊരു സാഹചര്യം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഴിഞ്ഞ നവംബർ 8-ാം തീയതിയാണ് CPO കൊച്ചിയിലെ ഒരു സ്പായിൽ പോകുന്നത്. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു. അതിനു തൊട്ട് പിന്നാലെയും ആ സ്പായുടെ നടത്തിപ്പുകാരിയായ യുവതിയും ഈ CPOയെ വിളിക്കുന്നു. എന്നിട്ട് അയാളോട് പറയുന്നു തന്റെ മാല കാണാനില്ല, താങ്കളാണത് മോഷ്ടിച്ചത് എന്ന ആരോപണം ഉന്നയിക്കുന്നു. പിന്നീട് തുടർച്ചയായി കോളുകൾ ലഭ്യമാകുന്നു. എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഇയാൾ ആവർത്തിച്ചു പറയുന്നു. പിന്നാലെയാണ് പാലാരിവട്ടം സ്റ്റേഷനിലെ ഗ്രേഡ് SI ബിജു ഈ കാര്യത്തിൽ ഇടപെടുന്നത്. ഇയാൾ പറയുന്നത് ഈ പരാതിയുണ്ട്, അതുകൊണ്ട് ഇത് പരിഹരിക്കണം എന്ന് പറയുകയാണ്. ഈ സ്പായിൽ പോയ വിവരം പുറത്തു വന്നാൽ അത് നാണക്കേടാകില്ലേ എന്ന നിലയ്ക്ക് സംസാരിക്കുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു. അങ്ങനെ 4 ലക്ഷം രൂപ ഈ CPOയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുന്നു. പിന്നീടാണ് ഇതൊരു ആസൂത്രിതമായ ട്രാപ്പാണ്, കെണിയാണ് എന്ന സംശയം ഈ CPOയ്ക്ക് ഉണ്ടാകുന്നത്, പരാതി നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയും പോലീസുകാരനും അടക്കം 3 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സജോ, അങ്ങനെ തട്ടിപ്പുകളുടെ പലവിധ കഥകളാണ് നമ്മൾ കേട്ടത്. സജോ ദേവസിയാണ് കൊച്ചിയിൽ നടന്നിട്ടുള്ള ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരിൽ നിന്ന് പണം തട്ടിയെടുത്ത വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.